പ്രസക്തിയുമില്ല. രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നു. അന്തിമ ചർച്ചയ്ക്കായി ഖാർഗെയുടെ വസതിയിൽ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള അന്തിമ ചർച്ച. അതിനായി രാഹുൽ ഗാന്ധി ഇതാ ഖാർഗെയുടെ വസതിയിൽ എത്തിയിരിക്കുന്നു. നമ്മൾ സ്ക്രീനിൽ കാണുന്ന തത്സമയ ദൃശ്യങ്ങൾ രാഹുൽ ഗാന്ധി ഖാർഗെയുടെ വസതിയിൽ എത്തിയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഷുക്കൂർ, തുടരൂ. പ്രധാനപ്പെട്ട കേരളത്തിലെ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ AK ആന്റണി അടക്കമുള്ള നേതാക്കൾ ഈ ചർച്ചയുടെ ഭാഗമായി പലപ്പോഴും സോണിയാഗാന്ധിയുമായും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുമായും മറ്റുമെല്ലാം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഹൈക്കമാൻഡിന് ഇപ്പോൾ ഒരു വ്യക്തത എന്തായാലും വന്നു കാണും. ആ തീരുമാനം എന്താകും എന്നുള്ളത് നമുക്ക് അവരിൽ നിന്ന് തന്നെ അറിയാം. ബാക്കിയുള്ളതെല്ലാം ഊഹാപോഹങ്ങളാണ്. പക്ഷേ ആർക്കാണ് നിലവിൽ ആത്മവിശ്വാസം? ആ ആത്മവിശ്വാസം VD സതീഷിൻ്റെ ക്യാമ്പിനാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആലുവ ദേശത്തെ വീട്ടിലേക്ക് കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ അനുയായികൾ എത്തുന്നു. പലരെയും അദ്ദേഹം വിളിച്ചു വരുത്തുന്നു. ആ അർത്ഥത്തിൽ VD സതീശൻ്റെ ക്യാമ്പിന് തന്നെയാണ് കൂടുതൽ ആത്മവിശ്വാസമുള്ളത്. അവർ പ്രതീക്ഷിക്കുന്ന ഒരു തീരുമാനം വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇപ്പോൾ പല കാര്യങ്ങളും പ്രതികരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. നേതാക്കളുമായ ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ് മാനേജർമാരോ ഒരു തരത്തിലും ഒന്നും പറയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ആ അർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ VD സതീശന്റെ ക്യാമ്പിന്റെ ആത്മവിശ്വാസം. ഖാർഗെയുടെ വസതിയിൽ അന്തിമ ചർച്ചയ്ക്കായി രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. സുമോദ്, KC വേണുഗോപാലിനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. KC വേണുഗോപാൽ ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല. രാഹുൽ ഗാന്ധി ചർച്ചയ്ക്കായി ഖാർഗെയുടെ വസതിയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ അന്തിമ ചർച്ച അവിടെ നടക്കും. ആ ചർച്ചയിലേക്കായിരിക്കുമോ KC വേണുഗോപാലിനെ വിളിപ്പിച്ചിട്ടുണ്ടാകുക? അതല്ലെങ്കിൽ എപ്പോഴായിരിക്കും KCയുമായുള്ള രാഹുൽ ഗാന്ധിയുടെയും ഖാർഗെയുടെയും കൂടിക്കാഴ്ച? ഏതായാലും ഈ യോഗത്തിലേക്ക് KC വേണുഗോപാലിനെ വിളിപ്പിച്ചിട്ടില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ്. കാരണം ഈ KC വേണുഗോപാൽ കൂടി പങ്കാളിയായിട്ടുള്ള ആരൊക്കെയാണ് ഈ മൂന്ന് പേരിൽ ഒരാൾ KC വേണുഗോപാലാണ്. അദ്ദേഹം കൂടി പങ്കാളിയായിട്ടുള്ള ഒരു ഇവരിൽ നിന്നും ഒരാളെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കേണ്ട യോഗമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. സ്വാഭാവികമായും KC വേണുഗോപാൽ ഈ യോഗത്തിന് എത്തുകയാണെങ്കിൽ അദ്ദേഹം ഈ മത്സരത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ ഇല്ല എന്നത് തന്നെയായിരുന്നു നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാവുന്നത് KC വേണുഗോപാലിനെ ഈ യോഗത്തിലേക്ക് വിളിപ്പിച്ചിട്ടില്ല. അവർ തമ്മിൽ ഒരുപക്ഷെ ആശയവിനിമയം നടത്തിയിരിക്കും. അത് കോൺഗ്രസിൻ്റെ തന്നെ മറ്റു പല ഘടകങ്ങളുണ്ട്. സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. കേരളം ഒഴികെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലതും വിലയിരുത്തേണ്ടതുണ്ട്. പക്ഷേ ഈ നിമിഷം KC വേണുഗോപാൽ ഈ യോഗത്തിലേക്ക് എത്തിയിട്ടില്ല. മാത്രമല്ല KC വേണുഗോപാലിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പല യോഗങ്ങളും കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ യോഗങ്ങളും നടത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ KC വേണുഗോപാൽ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിക്ക് മുന്നിലാണ്, ഈ വസതിയിലാണ് യോഗം നടക്കുന്നത്. ഈ യോഗത്തിലേക്ക് പ്രധാനമായും പങ്കെടുക്കുന്നത് മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും മാത്രമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കൂടി ഈ യോഗത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ യോഗം ആരംഭിക്കും. കാര്യം രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം വൈകേണ്ട കാര്യമില്ല. ഇതിനകം തന്നെ കുറേ റിപ്പോർട്ടുകൾ ഇവരുടെ മുന്നിലുണ്ട്, കുറേ തീരുമാനങ്ങളുണ്ട്, കുറേ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളുണ്ട്, കുറേ നേതാക്കന്മാരുടെ അനുമാനങ്ങളുണ്ട്. അനുമാനങ്ങളെന്ന് പറയുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കും, അവിടുത്തെ സ്ഥിതിഗതികൾ രൂക്ഷമാകുമോ, അത് മഹത്തായ ഒരു വിജയത്തിൻ്റെ തിളക്കത്തെ നഷ്ടപ്പെടുത്തുമോ, അതോ വിജയം കൂടുതൽ ശോഭയുള്ളതാക്കുമോ, മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ എന്നായിരിക്കും നടക്കുന്നത് തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. മാത്രമല്ല ആദ്യഘട്ടത്തിൽ ഈ മൂന്ന് നേതാക്കന്മാരെയും KC വേണുഗോപാലിനെയും VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും വിളിച്ചതിന് ശേഷം ആദ്യം തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ വസതിയിൽ വെച്ച് തന്നെയായിരുന്നു ആ യോഗം നടന്നത്. ആ യോഗത്തിൽ ആദ്യത്തെ സെന്റൻസ് തന്നെ അദ്ദേഹത്തിൻ്റെത്, നിങ്ങൾ മൂന്ന് പേരും യോഗ്യതയുള്ളവരാണ് കേരള മുഖ്യമന്ത്രിയായി പങ്കെടുക്കാൻ അധികാരത്തിൽ പങ്കിടാനുള്ള ഒരു യോഗ്യതയുള്ള മൂന്ന് പേരും കൂടിയാണ് ഈ തൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഒരാൾക്ക് മാത്രമാണ് ഈ മുഖ്യമന്ത്രി പദം അർഹമാകുക എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായി പറഞ്ഞത്. ഈ മൂന്ന് പേരും കൃത്യമായി ഓരോ സമയമെടുത്ത് അവർ വിശദീകരിക്കുകയായിരുന്നു അവരുടെ റോൾ എന്താണ്, ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ റോൾ എന്താണ്, കേരളത്തിൽ അവരുടെ ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു പാരമ്പര്യം എന്താണ് എന്നുള്ളൊരു കാര്യം വിശദമായിട്ട് തന്നെ സംസാരിക്കുകയായിരുന്നു. VD സതീശനാണെങ്കിൽ ഒരു 40 മിനിറ്റാണ് സംസാരിച്ചത്. KC വേണുഗോപാലും അരമണിക്കൂറിലധികം അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിലെ റോളിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. 1.25 മണിക്കൂറാണ് രമേശ് ചെന്നിത്തല സംസാരിച്ചത്. കാര്യം സംഘടനയുടെ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഈ നേതാക്കന്മാരാണ് ഇവർ മൂന്ന് പേരും.
വരും. അതുകൊണ്ട് തന്നെ ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അന്ന് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ എങ്കിലും രാഹുൽ ഗാന്ധി പറഞ്ഞത് നമ്പറുകൾ നോക്കി MLA-മാർ ആർക്കാണോ പിന്തുണ കൂടുതലുള്ളത് അവരെ തെരഞ്ഞെടുക്കാം എന്ന് തന്നെയായിരുന്നു. KC വേണുഗോപാലിനായിരുന്നു പിന്തുണ കൂടുതലുണ്ടായിരുന്നത്. പക്ഷേ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെയാണ് ഈ വിഷയം പ്രിയങ്ക ഗാന്ധിയുടെ മുന്നിലെത്തുന്നത്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലുള്ള MP ആണ്. സ്വാഭാവികമായും മുസ്ലിം ലീഗിൻ്റെ ഒരു എതിർപ്പ് മറികടന്നുകൊണ്ട്, ഘടകകക്ഷികളുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കേണ്ട. കാര്യം കോൺഗ്രസിൻ്റെ നേതാവ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കൂടിയാണ്, ഘടകകക്ഷി സർക്കാരാണ്. മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഒരു BDS അനുകൂല പ്രകടനങ്ങളെക്കുറിച്ച് അത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി എടുത്തത്. ഇതേ തുടർന്നാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ KPCC അധ്യക്ഷന്മാരായുള്ളവർ, വർക്കിംഗ് പ്രസിഡന്റുമാർ എന്നിവരെ വിളിച്ചു വരുത്തിയത്. ഈ വർക്കിംഗ് പ്രസിഡന്റുമാർ പൂർണ്ണമായും 3 പേരും പറഞ്ഞത് ഈ നമ്പറുകൾ നോക്കണം, അതായത് കീഴ്വഴക്കം ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞത്. ഏതൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ എങ്ങനെയൊക്കെയാണോ അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്, മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്, ആ രീതിയിൽ തന്നെ നടത്തിയാൽ മതി എന്നുള്ളൊരു നിലപാടിലാണ് അവർ എത്തിയത്. ഭൂരിഭാഗം പേരും പറഞ്ഞിരുന്നത് ഈ തരത്തിലുള്ള ആളുകളെ ഇറക്കുന്നതും തെരുവിലിറങ്ങുന്നതും എല്ലാം ഒരു കൃത്രിമമായി സൃഷ്ടിച്ചതാണ്. ഘടകകക്ഷികളുടെ അഭിപ്രായം പരിഗണിക്കേ വേണ്ട. കാര്യം കോൺഗ്രസിൻ്റെ ഒരു അസ്തിത്വം തന്നെ പോകുന്ന ഒരു ഏർപ്പാടാണ്. ഇത്തരത്തിലുള്ള ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങും എന്ന തരത്തിലുള്ള ഒരു നിലപാടായിരിക്കും പിന്നീട് പ്രചരിക്കാൻ പോകുന്നത്. ഇത് കോൺഗ്രസിന് വലിയ തരത്തിലുള്ള ക്ഷീണം ചെയ്യും എന്നൊരു നിലപാട് ഒരു ഭാഗത്തുണ്ടാകുന്നു. പക്ഷേ മറുഭാഗത്ത് K. മുരളീധരനും VM സുധീരനും പറയുന്നത് ഇത് ഘടകകക്ഷി സർക്കാരാണ്, അതുകൊണ്ട് ഘടകകക്ഷികളുടെ പിന്തുണ വളരെ അനിവാര്യമാണ്. മുഖ്യമന്ത്രിയായതിനാൽ ഘടകകക്ഷികളുടെ കൂടി അഭിപ്രായം പരിഗണിക്കേണ്ടതുണ്ട് എന്ന നിലപാട് അവർ നിൽക്കുന്നു. അങ്ങനെ ഒരു ഭൂരിപക്ഷം ആൾക്കാരും KCയോടൊപ്പമാണെങ്കിൽ പോലും കാമ്പുള്ള പല നിലപാടുകളും പല കാര്യങ്ങളും ഉയർത്തിക്കൊണ്ട് ഈ 2 പേരും മറുഭാഗത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഈ 2 വാദങ്ങൾ മുഖാമുഖം നിൽക്കുന്ന സാഹചര്യത്തിലാണ് വിശദമായ ഇക്കാര്യത്തിലൊരു കൂടിക്കാഴ്ച വേണം എന്നുള്ളൊരു തീരുമാനമുണ്ടായത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതിനകം നടന്ന കൂടിക്കാഴ്ചകളുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഫൈനൽ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ആ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. കാര്യം 5 സംസ്ഥാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആസാം, പോണ്ടിച്ചേരി, തമിഴ്നാട്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ്. അവിടെയെല്ലാം സർക്കാരുകൾ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു, മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞു, മന്ത്രിസഭകൾ രൂപീകരിച്ചു. പക്ഷേ കോൺഗ്രസിന് ഇതുവരെ ഒരു മുഖ്യമന്ത്രിയെ പോലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് BJP അപഹസിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി ഒരു ദിവസം പോലും കടത്തിവിടാൻ കഴിയില്ല. ഈ രാത്രി പുലരുമ്പോൾ, നേരം വെളുക്കുമ്പോൾ കേരളത്തിൽ കൃത്യമായ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു പേരുണ്ടാകും എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടാണ് ഈ നേതാക്കന്മാർ ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ യോഗം ചേരുന്നത്.